സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ബാധയെന്ന് സംശയം. മലപ്പുറത്തെ 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് നിപ്പ വൈറസ് ബാധിച്ചുവെന്ന സംശയം വരുന്നു. ആരോഗ്യവകുപ്പ് നിപ്പ പ്രോട്ടോകോൾ പാലിക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ഈ കുട്ടി ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, പറയൂ വിശദാംശങ്ങൾ. SKM കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടിയെ പനിയും ഛർദിയും ഒക്കെയായി മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രാഥമികമായ പരിശോധനയിൽ നിപ്പ ബാധയെന്ന് സംശയം തോന്നി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധന ഫലത്തിനായി സ്രവം അയച്ചിരിക്കുന്നത്. എന്തായാലും ആ പരിശോധനാ ഫലം നാളെ മാത്രമേ വരികയുള്ളൂ. 15 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന കാര്യത്തെക്കുറിച്ച് അല്പസമയത്തിനകം തന്നെ നമുക്ക് വിശദീകരിക്കാനാകും. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് അതിഗുരുതരമായ പ്രശ്നമായി തന്നെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് കാണുന്നത്. ആരോഗ്യമന്ത്രി നേരിട്ട് തന്നെ കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. നിപ്പ ബാധയെന്ന് പ്രാഥമികമായി കണ്ടെത്തിയതോടുകൂടി തന്നെ എന്തായാലും അടിയന്തരമായ ഒരു പ്രോട്ടോകോൾ പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. ഈ മലപ്പുറം ജില്ലയിലെ സ്ഥലം കൂടി അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകാനാകും. മലപ്പുറം ജില്ലയിലാണ് എന്ന ഒരു വിവരമാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ആരോഗ്യ പ്രവർത്തകരുമായി അല്പസമയത്തിനകം തന്നെ ബന്ധപ്പെടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രദേശത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോട്ടോകോൾ അവിടെ ഒരു റെഡ് സോൺ ആക്കി മാറ്റാൻ, ഹോട്ട്സ്പോട്ട് ആക്കി മാറ്റാൻ ഉള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അതൊരു പ്രാഥമികമായ ഒരു വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും നാളെ ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷം മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മന്ത്രി തന്നെ അങ്ങനെ പരിശോധനാ ഫലം പോസിറ്റീവ് ആവുകയാണെങ്കിൽ മന്ത്രി തന്നെ നേരിട്ട് എത്തി കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പിന് നിർണായകമായ വിവരമാണ് അല്പസമയം മുൻപ്, ഏതാണ്ട് 5 മിനിറ്റ് മുൻപ് ലഭിച്ചിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ നിപ്പ ബാധയെന്ന് സംശയം, പ്രാഥമിക പരിശോധനയിൽ നിപ്പയെന്ന് സംശയമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ഒരു പ്രോട്ടോകോൾ പാലിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. താങ്ക് യു ശ്രീജിത്ത്. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോയത്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ബാധയുണ്ടോ എന്ന് സംശയം. മലപ്പുറത്തെ ഒരു കുട്ടിക്ക്, 15 വയസ്സുള്ള കുട്ടിക്ക് നിപ്പ വൈറസ് ബാധിച്ചു എന്ന രീതിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കോഴിക്കോട്.